തിങ്കളാഴ്ചയാണ് ഓടനാവട്ടം സ്വദേശി നിധിന് പാമ്പിന്റെ കടിയേൽക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. വിഷപ്രതിരോധ കുത്തിവയ്പ്പിന് നിധിനെ വിധേയനാക്കി. രാവിലെ 7 മണിയോടെ മരണം സംഭവിച്ചു. പിന്നെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് എല്ലാം പറഞ്ഞു. ആംബുലൻസ് കൊണ്ടുപോകാന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം ചെറുക്കം മേടിച്ചു. ഇതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ശരിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ICU ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും രോഗിയെ വിട്ടു നൽകാൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. 4 മണിക്ക് വന്ന് പാമ്പെടുത്ത് വന്നിട്ട് 7 മണി വരെ അത് ആശുപത്രി പിഴവല്ല. മരുന്ന് കൊടുക്കുന്ന ഇത്ര 3 മണിക്കൂർ വേണമെന്ന് മാഡം കൈപ്പടൽ എഴുതരോ മാഡത്തിന്റെ. പ്രതിഷേധം ശക്തമായതോടെ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതേസമയം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പുലർച്ചെ 4:10 നിധിന് പാമ്പിന്റെ കടിയേൽക്കുന്നത്. 4:50 ആശുപത്രിയിലെത്തിച്ചു. 7 മണിയോടെ ഹൃദയസ്തംഭനമുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതി ആയിരുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.